എന്താ പറയാ, നിങ്ങളെ ഞാനൊരു മഹായുദ്ധം കാണിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു പാട്ടിന്റെ ഒന്ന് രണ്ട് വരികൾ ഞാൻ കേൾപ്പിക്കാം. അതെ, അങ്ങനെ ആയിരിക്കണം. അതല്ലാതെ വെറുതെ തമ്മിൽ തല്ലിങ്ങാണ്ട് ഇതൊരുമാതിരി. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് കുപ്പിപ്പാല് കൂടി മാറാത്ത കുറച്ച് പിള്ളേര്, അതായത് ഇന്നലെ പാല് കൂടി നിർത്തിയിട്ടുള്ള കുറച്ച് മക്കളും കൂടി വന്നെങ്ങാണ്ട് തമ്മിലടിയാ. പൂർവ്വ വിദ്യാർത്ഥികളും ജീനിയസും സീനിയേഴ്സും, അത്ര പറഞ്ഞാൽ മതിയല്ലോ. അപ്പം ഇതാണ് സംഭവം. അവിടെ ഇതിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്, ഇപ്പൊ കുപ്പിപ്പാല് പിടിച്ചെടുക്കുന്ന പിള്ളേരും അതല്ലെങ്കിൽ ഇന്നലെ അമ്മിഞ്ഞപ്പാല് കുടി നിർത്തിയിട്ടുള്ള പിള്ളേരും കൂടി തമ്മിൽ തല്ലി. അപ്പൊ പിന്നെ കുറെ മാഷന്മാരും ടീച്ചർമാരൊക്കെ ഒന്നെങ്ങാണ്ട് മാറ്റി നിർത്തി. അവിടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഇതെല്ലാവർക്കും പറ്റും. ഒച്ചക്ക് നിന്നുകൊണ്ട് ഇറങ്ങി ഒരു റിങ്ങിൽ ഒരു സിംഗിൾ ഇറങ്ങി കളിക്കാൻ ആർക്കൊക്കെ പറ്റൂടാ അതിന്. അങ്ങനെയാണല്ലോ പഴയ കാലത്തെ യുദ്ധങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. വലിയ വലിയ ഗ്യാങ്സ് ആയിട്ട് വരും, പക്ഷെ തമ്മിൽ ഓരോരുത്തരെ ഇറങ്ങി അടിച്ചു തീരും. ആ ഗ്യാങ്ങിൽ ആരാണോ തീർന്നത് അവരാണ് വിജയി, അതല്ലെങ്കിൽ അവരാണ് രാജാവ്. അങ്ങനെ അതിന് പഴയ കാലത്തെ യുദ്ധങ്ങളൊക്കെ. ഇതൊരുമാതിരി മറ്റേ പട്ടികളെ പോലെ കൂട്ടത്തോടെ ഒന്നെങ്ങാണ്ട് അതൊന്നും അടിയും പിടിയോ മാറ്റണേ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ വെറുതെ ഓരോ പട്ടീഷോ. ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ഈ കുപ്പിപ്പാല് കൂടി മാറാത്ത പിള്ളേരും അതല്ലെങ്കിൽ ഇന്നലെ അമ്മിഞ്ഞപ്പാല് കുടിച്ച് അല്ലെങ്കിൽ ആ കുടി നിർത്തിയിട്ടുള്ള പിള്ളേരും കൂടി തമ്മിൽ അടിച്ചു പിരിഞ്ഞ്, ഇതൊക്കെ വെറുതെ എന്ത് തരം ഷോ ആണടാ. നിങ്ങൾ ഈ ക്ലാസ്സിന് ഈ ആ മുത്തയം വരാൻ എടാ ഈ പഠിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, അതൊക്കെ ഒരു ലൈഫാണ്. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഈ 10th ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോളേജ് ലൈഫ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഒരു നൊമ്പരാണടാ അതൊക്കെ. പറഞ്ഞ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇപ്പോഴും. വെറുതെ തമ്മിൽ തല്ലിങ്ങാണ്ട് പട്ടീഷോ കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് അടിച്ച് വെറുതെ മൂക്കളൊലിപ്പിച്ച് പാലും കുപ്പി ഊമ്പി നടന്നിട്ടൊന്നും കാര്യമില്ലടാ. ഇതൊക്കെ ഉണ്ടല്ലോ. നിങ്ങളിപ്പോ ഈ പാട്ട് മുമ്പ് കേൾപ്പിച്ചില്ല, കൃഷ്ണ എന്ന് പറഞ്ഞ സിനിമയിലെ അല്ലു അർജുൻ മൂവിയിലുള്ള ഒരു സിനിമയുള്ള പാട്ടാണ്. ഇവനോടാരും ഒന്നിഷ്ടം കൂടാൻ ആശിക്കും, ഇവനെ കണ്ടാൽ ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് കിട്ടി നടക്കടേ. ഇത് വെറുതെ ഒരുമാതിരി മറ്റേ ഈ പൂച്ചനെ പിടിച്ചുകൊണ്ട് നായിന്റെ മൂത്ത് കിട്ടുന്ന സ്വഭാവം കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊന്നും ആരും ഇഷ്ടപ്പെടില്ല. ഓക്കെ, ഇവരുടെ ലൈഫ് എന്തെന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ഈ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത തിരിച്ചു വരാത്ത ഒരു കാലഘട്ടമാണ്. നമ്മളിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഓർമ്മകളിലൂടെ മാത്രം നമുക്ക് ആ വഴിയൊക്കെ ഒന്നുകൂടെ സഞ്ചരിക്കാം എന്നുള്ളത് മാത്രമേ ഈ പാലുകുപ്പികളടുത്തൊക്കെ പറയാനുള്ളൂ.